നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 12ാം രാശിയിലാണ് എത്തുന്നത്. 12ലെ ശനി എന്നാൽ 7 ശനിയാണ്. നിരന്തര ദുഃഖങ്ങളും അലച്ചിലും ബുദ്ധിമുട്ടുകളുമായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ കേസ്, വഴക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാം. മാതൃവഴിയിലും പിതൃവഴിയിലും അരിഷ്ടതകൾ ഉണ്ടാകാം. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗപീഠയും കൃഷി ധാന്യാദി നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. കൂടാതെ ശരീരപീഡയും മനക്ലേശവും സഞ്ചാര ദുരിതങ്ങളുമാണ് ഫലം. ഇത് പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള ഫലങ്ങളാണ്. എന്നാൽ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. മേടക്കൂറുകാർ കോപവും ധാർഷ്ട്യവും ഒഴിവാക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതായിട്ട് വരാം. ചുമതലകൾ യഥാസമയം പൂർണ്ണതയോടുകൂടി ചെയ്തു തീർക്കുക. ശരിയായി ചിന്തിച്ചതിന് ശേഷം മാത്രം ധനവിനിയോഗം നടത്തുക. വിദ്യാർത്ഥികളായിട്ടുള്ളവർ അലസത വെടിയേണ്ട സമയമാണ്. വെറുതെ സമയം കളയാതിരിക്കുക. അത് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിമറിച്ചേക്കാം. തൊഴിൽ സ്ഥലത്ത് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. മോശപ്പെട്ട സംസാരങ്ങളൊക്കെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. അമിത ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതാണ്. കൂടാതെ മാനസിക സംഘർഷത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള ശ്രമങ്ങളും നടത്തുക. മേടക്കൂറുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കൂടാതെ ധനവിനിയോഗം കരുതലെടുക്കുക എന്നുള്ളതാണ്. മേടക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇടവക്കൂറുകാരുടെ മഹാശനിമാറ്റത്തിന്റെ ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിശോധിക്കാം. ദാമ്പത്യ സൗഖ്യം, പ്രതാപപുഷ്ടി, ധനലാഭം എന്നിവയാണ് ശനി 11ൽ വന്നു കഴിഞ്ഞാലുള്ള ഫലം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളുള്ള സമയമാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് ശനി 11ലേക്ക് മാറുന്നത് വഴി ഭാഗ്യവും അനുഭവ ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതാണ്. നല്ല കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈശ്വര കൃപയാൽ വന്നു ചേരുന്ന അവസരമാണ്. ആഗ്രഹ സാഫല്യങ്ങളുടെ ഒരു ആത്മനിർവൃതി ഉണ്ടാകുന്ന സമയമാണ്. ഭാവനകളൊക്കെ യാഥാർത്ഥ്യമാകുന്നതാണ്. വസ്തുതർക്കങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പൂർവികമായിട്ടുള്ള സ്വത്തില് അല്ലാതെയും ഒക്കെ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച വിവാഹങ്ങളൊക്കെ നടക്കുന്നതാണ്. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം ഉണ്ടാകുന്നതാണ്. കൃഷിയിൽ നിന്നും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ശത്രുക്കളെയും അസൂയാലുക്കളായിട്ടുള്ളവരെയും ഒക്കെ കരുതിയിരിക്കേണ്ടതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2.5 വർഷക്കാലം വളരെ നേട്ടങ്ങളുടെ സമയമാണ്. മെയ് 15 ശേഷം വ്യാഴത്തിന്റെ രാശിമാറ്റം കൂടി വരുമ്പോൾ കുറച്ചുകൂടെ നല്ല അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇന്ന് നമുക്ക് മിഥുനക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ പരിശോധിക്കാം. അതിനുശേഷം മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറയുകയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 10ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കണ്ടകശനി കാലമാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ വിദ്യാനാശം, ധനനാശം, യശോനാശം, തൊഴിൽ നഷ്ടം എന്നിവയൊക്കെ ഉണ്ടാകാം. എന്നാൽ
തൊഴിലിൽ ശനി അനുകൂലമാണെങ്കിൽ അപ്രതീക്ഷിത നേട്ടങ്ങളും ഉണ്ടാകാം. വീട് വിട്ടുള്ള താമസവും പരദേശ ഗമനവും ഒക്കെ ഉണ്ടാകാം. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശത്തൊക്കെ തൊഴിൽ തേടുന്നവർക്കും അനുകൂല സമയമാണ്. എന്നാൽ തൊഴിലിൽ അശ്രദ്ധ ഉണ്ടാകുക, തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അത് കാരണം ജീവിതത്തിൽ മറ്റു മേഖലകളിലും നഷ്ടങ്ങൾ ഉണ്ടാകുക എന്നിവയ്ക്കും സാധ്യതയുണ്ട്. നഷ്ടങ്ങൾ, കഷ്ടതകൾ, ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരിക, ക്ലേശങ്ങൾ, ഉറക്കമില്ലായ്മ, ഭക്ഷണത്തിന് സൗഖ്യം ലഭിക്കാതിരിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകുക, ഇതെല്ലാം 10-ലെ കണ്ടകശനിക്ക് പറയുന്ന ദോഷഫലങ്ങളാണ്. ഇനി നമുക്ക് മിഥുനക്കുറുകാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. മിഥുനക്കുറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കുറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയാണ് പറയുന്നത്. കർമ്മസ്ഥാനത്തേക്കാണ് ശനി കടക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കരുതലെടുക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ നീണ്ടുപോയേക്കാം. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അവഗണിക്കാതെ ചികിത്സ തേടേണ്ടതാണ്. കൂടാതെ അനാവശ്യ വിവാദങ്ങളിൽ നിന്നും അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു പരിധിവരെ പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ കഠിനാധ്വാനം ചെയ്യുക. നിരന്തര പരിശ്രമത്തിലൂടെയും മറ്റും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക. പ്രായമായവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനിദേവന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി കാലത്ത് മിഥുനക്കുറുകാർ കഠിനാധ്വാനം ചെയ്യുന്ന പക്ഷം ശനിപ്രീതി ഉണ്ടാകുന്നതാണ്. പൊതുവായി കണ്ടകശനി ബാധിക്കുന്ന മിഥുനക്കുറുകാർ കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകാം, ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഭാഗ്യത്തിന് ഭംഗം ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക. ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ട മഹാശനിമാറ്റത്തിന്റെ ഫലങ്ങൾ. ഇപ്പോൾ നമുക്ക് കർക്കിടകക്കുറുകാരുടെ മഹാശനിമാറ്റത്തിന്റെ ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അഷ്ടമശനിയുടെ ദുരിതങ്ങൾ പേറിക്കൊണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലേക്ക് ശനി കയറുകയാണ്. കർക്കിടകക്കുറുകാർക്ക് നേട്ടമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ശനിയുടെ രാശിമാറ്റം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെയും അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും പ്രതിപാദിച്ചു പോകാം. കർക്കിടകക്കുറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നത് വഴി വൈരം, കലഹം, ബന്ധനം, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം എന്നിവയ്ക്കൊക്കെയുള്ള സാഹചര്യമുണ്ട്. വലിയ മുതൽ മുടക്കുകൾ, പുതിയ സംരംഭങ്ങൾ എന്നിവയൊക്കെ 9ലെ ശനി നിൽക്കുമ്പോൾ വിജയിപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ആരംഭിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പണം ചിലവാക്കിയുള്ള കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും പണം ചിലവാക്കുന്നത് ആലോചനയോടുകൂടി വേണം. നല്ലതിനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എതിരാളികളെയൊക്കെ കരുതിയിരിക്കുക. സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായി ആലോചിക്കുക. സന്ദർഭോചിതമായി തീരുമാനങ്ങൾ എടുക്കുക വഴി തലവേദനകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അനാവശ്യമായി ഈ കാലത്ത് വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എടുത്തിയാട്ടം ഒഴിവാക്കുക. സമഭാവനയോടുകൂടി പെരുമാറുക. അതുവഴി ആദരിക്കപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് കർക്കിടകക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കുറുകാരുടെ മഹാശനിമാറ്റ ഫലം ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് 8ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. കണ്ടകശനി കഴിഞ്ഞിട്ടുള്ള അഷ്ടമശനിയാണ്. അതുമൂലം സ്വജനങ്ങളുടെ വേർപാട്, ദീനസ്വഭാവം എന്നിവയൊക്കെയാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലം. ചിങ്ങക്കുറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഇനി നമുക്ക് ചിങ്ങക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് പ്രതിപാദിച്ചു പോകാം. അഷ്ടമശനിയാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചിങ്ങക്കുറുകാർ ശ്രദ്ധ പുലർത്തുക. ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക. യോഗ പോലെയുള്ള കാര്യങ്ങൾ ശീലമാക്കുന്നത് ഗുണപ്രദമാണ്. ചിങ്ങക്കുറുകാർക്ക് മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല സ്ഥിതി മൂലം കാഠിന്യം കുറയുന്നത് തന്നെയാണ്. മാനസിക സംഘർഷങ്ങളെല്ലാം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക. മിക്ക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താനായിട്ട് പറ്റാതെ വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ധ്യാനമാർഗങ്ങളിലൂടെ തരണം ചെയ്യുക. ബുദ്ധി പ്രയോഗിച്ച് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക. അതിന് ചിങ്ങക്കുറുകാർക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കാരണവശാലും അശ്രദ്ധ പാടില്ലാത്ത സമയമാണ്. മറ്റുള്ളവരുമായി സഹകരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. തൊഴിൽ സ്ഥലത്ത് കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. വിദ്യാർത്ഥികൾ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. പൊതുവെ ചിങ്ങക്കുറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നമുക്ക് എടുത്തൊന്ന് പറയാം. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
നക്ഷത്രങ്ങളാണ്. ആരോഗ്യപരമായിട്ട് വൈഷമ്യങ്ങൾ ഒക്കെ നേരിടാം. കൂടാതെ ശത്രുശല്യങ്ങളും വർദ്ധിക്കാം. 2025 മെയ് 15 ശേഷം വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടമശനിയുടെ ദോഷകാഠിന്യം അതിനുശേഷം നല്ലൊരു ശതമാനവും ഇല്ലാതാകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് 2025 നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങക്കൂറുകാരുടെ മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. കണ്ടകശനിയാണ്. ആദ്യം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കണ്ടകശനി മൂലമുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ എടുത്തൊന്ന് പറയാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി കണ്ടകശനിയാണ്. 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വഴിവിട്ട ബന്ധങ്ങൾ, ദൂരദേശ ഗമനങ്ങൾ എന്നിവയൊക്കെ ഫലമായി പറയാം. വീട് വിട്ടുള്ള താമസമാണ് ഫലം. എന്നാൽ വീട് നിർമ്മിക്കാനൊക്കെ അനുകൂല സമയമാണ്. മക്കളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചും ആലോചിക്കാൻ പറ്റിയ സമയമാണ്. കൂടാതെ ഭാര്യാഭർത്തൃ വിയോഗം, കടബാധ്യതകൾ, ജനങ്ങളുമായി ശത്രുത, സഞ്ചാരം, ദുഃഖം, അപവാദങ്ങൾ, ഭൂമി നഷ്ടം, അഭിമാനഹാനി, സ്ഥാനഭ്രംശം ഇവയൊക്കെ 7ലെ കണ്ടകശനി മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇനി കന്നിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ എന്ന് പറയാം. കന്നിക്കൂറുകാർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് കുടുംബകാര്യങ്ങളിലാണ്. അതിൽ വീഴ്ചയുണ്ടാകാതെ ശ്രദ്ധിക്കുക. അടുത്തു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും അകന്നു മാറി നിന്നേക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സഹവർത്തിത്വവും ഒക്കെ പുലർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. മാനസികമായി നല്ല കരുത്ത് നേടാനുള്ള സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുക. വെല്ലുവിളികളൊക്കെ ശക്തമായി നേരിടുക. അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നതിന്റെ പേരിൽ ശത്രുക്കൾ വർദ്ധിച്ചേക്കാം. ക്രമവിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുക. ശനി ന്യായത്തിന്റെ കൂടി ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അന്യായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. കൂടാതെ ധനത്തിന്റെ വിലയറിഞ്ഞ് ചെലവാക്കുക. ചുമതലകളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ളവർ കഠിനാധ്വാനം ചെയ്യുക. അതിലൂടെ ഫലം കണ്ടെത്താൻ സാധിക്കും. കൂടാതെ അഹംഭാവ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ആത്മവിശ്വാസത്തോടു കൂടി പോയാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കന്നിക്കൂറുകാർ അതീവ ജാഗ്രത പുലർത്തേണ്ട ഏതാനും കാര്യങ്ങളെ കൂടി പറയാം. കടബാധ്യതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചെലവുകൾ ചുരുക്കുക എന്നർത്ഥം. കൂടാതെ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മഹാശനി മാറ്റവുമായി ബന്ധപ്പെട്ട് കന്നിക്കൂറുകാരെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലം ഒന്ന് നോക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. മാനസിക സംഘർഷം നിറഞ്ഞ 5ലെ ശനി ഒഴിവാകുകയാണ്. 6ലേക്ക് വരുന്ന ശനി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. 6ാം ഭാവത്തിലേക്ക് എത്തുന്നത് വഴി ശത്രു ഉപദ്രവത്തിനും രോഗങ്ങൾക്കും അറുതി ഉണ്ടാകുന്ന സമയമാണ്. ഇനി തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട ചില വിശേഷ ഫലങ്ങളെ കൂടി പറയാം. ശനി 6ലേക്ക് മാറുകയാണ്. അപ്രതീക്ഷിത ധനവരുമാനം ഉണ്ടാകുന്നതാണ്. അസൂയാവഹമായിട്ടുള്ള ഉയർച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. ഉപരിപഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കുന്നതാണ്. മക്കളോടൊപ്പം പുണ്യ തീർത്ഥയാത്രകൾക്ക് സാഹചര്യം ഉണ്ടാകും. ജീവിത നിലവാരം പുതിയ വർദ്ധിക്കുന്നതാണ്. വലിയ വീട് വെക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും. വിവാഹാലോചന നടക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ തുലാക്കൂറുകാർക്ക് ശോഭിക്കാനാകും. നിർധനരായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുക. ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മഹാശനിമാറ്റ ഫലമായി വൃശ്ചികക്കൂറുകാർക്കുണ്ടാകുന്ന ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി കഴിഞ്ഞ് 5ാം ഭാവത്തിലേക്ക് ശനി എത്തുകയാണ്. 5ാം ഭാവത്തിൽ ശനി നിൽക്കുക വഴി ഗ്രന്ഥങ്ങളിൽ പുത്രവിരോഹമാണ് ഫലമായി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. വൃശ്ചികക്കൂറുകാർ സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും അവഗണിക്കാതിരിക്കുക. വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും നഷ്ടങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ധനവും സമയവും ഒക്കെ ചെലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. തടസ്സങ്ങളെയൊക്കെ ഈശ്വരാധീനം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈശ്വരനെ കൂടുതലായിട്ട് വിളിക്കേണ്ട സമയമാണ്. അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ട കാലം കൂടിയാണ്. ശരിയായ തീരുമാനത്തിലൂടെ തക്ക സമയത്ത് ചെയ്തു തീർക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ഫലം കണ്ടെത്തുന്നതാണ്. ക്ഷമ, വിനയം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. എല്ലാവരുടെയും ആദരവ് നേടിയെടുക്കാൻ കഴിയും.
കഴിയുന്നതാണ്. ഭൗതിക ജീവിതത്തിനൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്ത കൂടി സമന്വയിപ്പിക്കുന്നത് മനസ്സമാധാനത്തിനും ജീവിതത്തിൽ വിജയിക്കാനും ഒക്കെ സാഹചര്യം നൽകും. ഇത്രയും കാര്യങ്ങളാണ് മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് വൃശ്ചികക്കൂറുകാരുടെ ഫലമായി പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തിന്റെ ഒരു വിശദീകരണം നൽകാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കണ്ടകശനിയിൽ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും പരിശോധിച്ചു പോകാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് കുടിലത ഉണ്ടാകാം, ഭാര്യാഭർത്തൃ വിരഹമുണ്ടാകാം, സ്വധനം ചെലവാക്കുന്നതിൽ പോലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം, എല്ലാവരോടും കലഹിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകാം, കുടുംബത്തിലും കലഹമുണ്ടാകാം, ധനനഷ്ടം, മാനഹാനി, തോൽവി, മനസ്സുഖക്കുറവ്, കേസ് വഴക്കുകളിൽ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടം, മാതൃദുരിതം, വാഹനനാശം, നാൽക്കാലി നാശം, ദുരിതവർദ്ധനവ് എന്നിവയൊക്കെ 4-ാം ഭാവത്തിലെ ശനിയുടെ ഫലങ്ങളാണ്. കണ്ടകശനിയുടെ കാലമാണ്. വീട് വിട്ടുള്ള താമസവും പരദേശ ഗമനവും ഒക്കെ ഉണ്ടാകാം. വീട് നിർമ്മാണം ആരംഭിക്കുന്നതും സന്താനങ്ങളുടെ, പ്രത്യേകിച്ച് പെൺമക്കളുടെ വിവാഹമൊക്കെ നടത്താൻ അനുകൂല സമയം കൂടിയാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറയാം. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല സ്ഥിതി മൂലം ധനുക്കൂറുകാർക്ക് കാഠിന്യം കുറയുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രലോഭന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രതീക്ഷിക്കുന്ന അത്ര ആനുകൂല്യങ്ങൾ തൊഴിൽ രംഗത്ത് ലഭിക്കണമെന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വാക്കുകളിലും പെരുമാറ്റത്തിലും ഒക്കെ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ്. കഠിനാധ്വാനം ചെയ്യുക വഴി പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനിക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിലായാലും വിദ്യാർത്ഥികളായാലും കഠിനാധ്വാനം ചെയ്യുക. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ദുശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഈശ്വരാധീനത്താൽ വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. ചില പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. മാനസിക ആരോഗ്യ കാര്യത്തിൽ ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ നേരിടാൻ കരുതിയിരിക്കുക. എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദത അനുഭവപ്പെടാം. ശനിപ്രീതി വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ധനുക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി 3-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. നമുക്ക് ആദ്യം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങളെ പ്രത്യേകം ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറയാം. മകരക്കൂറുകാർക്ക് ജന്മരാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യലാഭം, നാൽക്കാലി ലാഭം, കാര്യസാധ്യം എന്നിവയാണ് ഫലം. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറയാം. വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന മകരക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. നിസ്സാര ചികിത്സകൾ ചെയ്ത് രോഗമുക്തി നേടിയെടുക്കാനാവുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെടുന്നതാണ്. കൂടാതെ ബിസിനസ് ഒക്കെ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കതായി അന്യോന്യം സ്ഥലമാറ്റം ലഭിക്കുന്നതാണ്. കാർഷിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിശ്വസ സേവനത്തിനൊക്കെ പ്രശസ്തി പത്രങ്ങൾ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്കും മികച്ച സമയമാണ്. വ്യാപാരികൾ വിതരണ സമ്പ്രദായമൊക്കെ മെച്ചപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ആദ്യം നമുക്ക് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേക ഫലങ്ങളെ ഒന്ന് എടുത്തു പറയാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെ പറഞ്ഞു പോകാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2-ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി 2-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ഏഴര ശനിയിലെ അവസാനത്തെ 2.5 വർഷം ആരംഭിക്കുകയാണ്. 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് തന്നെ ധനനഷ്ടം, സൗഖ്യനാശം, തേജോനാശം, അനാസക്തി എന്നിവയൊക്കെയാണ് ഏഴര ശനിയുടെ ഫലങ്ങൾ. അതിനാൽ കേസ് വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാതൃവഴിയിലും പിതൃവഴിയിലും അരിഷ്ടതകളൊക്കെ ഉണ്ടായേക്കാം. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗപീഠയുണ്ടായേക്കാം. കൃഷി ധാന്യാദി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ ശരീരപീഡയും മനക്ലേശവും സഞ്ചാര ദുരിതങ്ങളും ഒക്കെയാണ് ഫലമായി പറഞ്ഞിട്ടുള്ളത്. ഇനി കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറഞ്ഞു പോകാം. കുംഭക്കൂറുകാർ ശാസ്താവിനെ സ്ഥിരമായി ഉപാസിക്കേണ്ട സമയമാണ്. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുക. ചഞ്ചലമായ മനസ്സൊഴിവാക്കുക. എല്ലാ കാര്യങ്ങൾക്കും അത് തടസ്സവും കാലതാമസവും ഉണ്ടാക്കിയേക്കാം. ഈശ്വര ചിന്തയൊക്കെ ശക്തമാക്കേണ്ട സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക.
നല്ല പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുക. അപമാനത്തിന് ഇടയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കാതെ അതിനെ ശ്രദ്ധയോടുകൂടി ഇടപെടുക. ക്ഷമാശീലം പാലിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദുർചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിലും വിജയിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും സാധിക്കുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിൽ 2 തവണ നല്ല ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. കുംഭക്കൂറുകാർ അറിയേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ കൂടി പറയാം. കുംഭക്കൂറുകാർ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ട കാലമാണ്. ക്ഷമയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് ചിന്തിക്കാം. ആദ്യം നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ഫലങ്ങളെ പറഞ്ഞു പോകാം. അതിനുശേഷം മീനക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയും പറയാം. പിന്നീട് എടുത്ത് ശ്രദ്ധിക്കേണ്ട വിശേഷ ചില കാര്യങ്ങളെയും പറഞ്ഞു പോകാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശനി വരുന്നത്. 7ര ശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ വിഷഭയം, അഗ്നിഭയം, ബന്ധുനാശം, അന്യദേശ ഗമനം, സ്വജന വിരഹം, ധനനാശം, ദൂരസഞ്ചാരം എന്നിവയൊക്കെയാണ്. 7ര ശനിയാണ്. ജന്മരാശിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ടകശനി കൂടിയാണ്. വീട് വിട്ടുള്ള താമസവും പരദേശ ഗമനവുമാണ് പ്രത്യേക ഫലങ്ങൾ. വീട് നിർമ്മിക്കുവാനും സന്താനങ്ങളുടെ വിവാഹത്തിനും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹത്തിനും ഒക്കെ അനുകൂല സമയമാണ്. കേസ് വഴക്കുകൾ ഉണ്ടാകാം. മാതൃവഴിയിലും പിതൃവഴിയിലും ദുരിതങ്ങൾ ഉണ്ടാകാം. അരിഷ്ടതകൾ ഉണ്ടാകാം. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗപീഠതകൾ ഉണ്ടായേക്കാം. കൃഷി നഷ്ടമുണ്ടായേക്കാം. കൂടാതെ ധനധാന്യാദി നഷ്ടങ്ങളും ഉണ്ടായേക്കാം. ശരീരപീഡയും മനക്ലേശവും സഞ്ചാരവും ഫലമായി പറയണം. ഇനി നമുക്ക് മീനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറഞ്ഞു പോകാം. ജന്മശനിയാണ്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ പരമാവധി ഒഴിഞ്ഞു മാറുക. അതുവഴി അപകീർത്തി ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷ നേടാം. മുൻകോപം ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. വിശാലമായിട്ടുള്ള ചിന്താഗതികൾ പുലർത്തുന്ന നിലപാടുകളൊക്കെ പ്രകീർത്തിക്കപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക. ഉന്നത തലത്തിലുള്ള ഗുണങ്ങളൊക്കെ പ്രയോജനകരമാകുന്നതാണ്. ഒഴിവു സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. അപകീർത്തി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുക. അതുവഴി പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. അതുവഴി വൈരാഗ്യ ബുദ്ധിയൊക്കെ ഇല്ലാതാകാൻ സഹായിക്കും. എടുത്തു പറയേണ്ട മീനക്കൂറുകാരുടെ കാര്യം, ജന്മശനിയിൽ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകമായി വിശേഷ ബുദ്ധിയോടുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മീനക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. 12 രാശിക്കൂറുകാരുടെയും മഹാശനിമാറ്റ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.